ഹായ് ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം ഞങ്ങൾ വ്ളോഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ബാംഗ്ലൂരിൽ നിന്നാണ്. അതായത് നമ്മൾ കേരളം വിട്ടിട്ട് 2ാമത്തെ സ്റ്റേറ്റാണ്. ഇപ്പോൾ ചെന്നൈയിൽ തമിഴ്നാട് കമ്പത്ത് പോയിട്ടുണ്ട് പ്രാവശ്യം. ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ നിന്നാണ്. കുറേ നാളുകളായിട്ട് വീഡിയോ ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, വീഡിയോ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ടും പോകാറില്ല. പിന്നെ 5 മണി കഴിയുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. നടുവേനൊക്കെ കുറഞ്ഞുകൊണ്ട് കമ്പത്ത് പോകുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നടുവേന കുറഞ്ഞുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വൈകുന്നേരം ഫിഷിങ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ വെയിലൊക്കെ ആയത് കാരണം ട്രാവലിംഗ് ഒന്നും പറ്റാതെ വന്നതുകൊണ്ട് കുറേ നാളായിട്ട് വീഡിയോ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ട്രിപ്പ് വന്നേക്കുവാണ്. നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബാംഗ്ലൂർ കാഴ്ചകൾ നമുക്ക് എൻജോയ് ചെയ്യാം. ഈ മരത്തെ മുഴുവൻ തേനീച്ചക്കൂടാണ്. അതിഷ്ടം പോലെ തേന് കാണാൻ പറ്റും. നമ്മുടെ ഫോൺ അത്ര സൂമിങ് കിട്ടാത്തതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടത്തില്ല. എന്നാലും ഇഷ്ടം പോലെ തേനീച്ചക്കൂടും തേനും ഉണ്ട്. ഉണ്ട് വെയിറ്റിംഗ്. അപ്പോസിറ്റോ വാ കൊള്ളാം. ഒരു ദിവസത്തേക്കുള്ളതുണ്ട്. ഈ റോഡിനെ മാറ്റിയിട്ട് ആ മുകളിലോട്ട് അല്ലേ? ഇത് മറ്റേ പൈങ്കിളി പ്രേമം, മരം ചുറ്റി പ്രേമമൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്പോട്ടായിരുന്നു. ഇങ്ങനെ ഓരോ ഇഷ്ടംപോലെ മരമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ചുറ്റി പ്രണയിച്ച് നടക്കും. നമ്മൾ ഇതേത് പാർക്ക് ലാൽബാഗ് ലാൽബാഗ് പാർക്കിലാണ് നമ്മൾ. എന്താണ് കുറേ മരമുണ്ട്. ഗന്നട കൊത്തില്ല. തെങ്കാണനെ കാണണം. എൻ്റെ വീഡിയോ കാണിക്കണം. ഞാൻ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണിക്കണം. എന്ത് പോയടിയായിരുന്നു. പനയുടെ വേറെ സെറ്റപ്പാ. അത് നേരം കേട്ടോ. ഇതൊരു പനയുടെ വേറെ എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ വേസ്റ്റ് ഇടാനൊരു പാത്രം കണ്ടു. പക്ഷേ ഇതിനകത്ത് വേസ്റ്റ് ഇട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ടെക്നോളജി പരമായൊരു വേസ്റ്റ് ബിന്നാണ് ഈ കാണുന്നത്. വാട്ട് യു ഡൂയിങ് മാൻ? ക്യാ കർ രഹേ ഹോ? കിട്ടി. ആ കടിയങ്ങ് മാറി കിട്ടി. ശരിയെന്ന്. ഗൈസ്, ഇവിടുത്തെ എല്ലാ മരങ്ങൾക്കും നല്ല കിട്ടില്ലം വലിപ്പമാണ്. അതുപോലെ തന്നെ നല്ല തണലും നല്ല ശകരങ്ങളും. ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്രയും കണ്ടേരി വെച്ചിട്ട് നമ്മുടെ കേരളം സ്വർഗമാണ്.
അല്ലേ ഞാൻ എടുത്തരാ നീ പോയി അടുത്ത ബോസ് പോയി അതിന് കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അത് പോകും സാധാരണ ഇങ്ങനെ സംഭവിക്കും ഞാൻ ഇടും എവിടെയെങ്കിലും കയറി ലാൽബാഗ് ഗാർഡനിൽ നിന്ന് ഞങ്ങൾ വെളി വന്നു. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടിട്ട് അത്യാവശ്യം വെളി രാജ്യത്തൊക്കെ കാണുന്ന പോലെ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനു മുമ്പ് കണ്ട സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു. ലാൽബാഗ് അത്യാവശ്യം പീസ്ഫുള്ളായിരുന്നു. നല്ല നേച്ചർ ബ്യൂട്ടി ഉണ്ട്. കുറേ വലിയ മരങ്ങളെ കാണാമായിരുന്നു. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മുടെ കാഴ്ചകൾ. ഹായ് ഇത് കൊള്ളാമല്ലോ. വീഡിയോ മാറി ഞാൻ കേട്ടെ. ഞാൻ എടുക്കുന്നുണ്ട് ഗൈസ്. ഇത് കൊള്ളാം. ഇത് നമ്മുടെ ലോക്കൽ സ്ട്രീറ്റ് പോലെ ഉണ്ട്. ലോക്കൽ എന്നൊക്കെ പച്ചക്കറിനെ അവർ ചിലപ്പോൾ താടിക്കിട്ട് കണ്ടു. ഇത് വെച്ച് നമുക്ക് ക്യാമറ കളിക്കാവുന്നതാണ്. വന്നു 100 രൂപയായി. ആരിടും? നിങ്ങൾ രണ്ടുപേരും കൂടി കയറിയതാലും. ഗൈസ് നമുക്ക് ഈ സ്ട്രീറ്റിൽ ഒരുപാട് കച്ചവടങ്ങൾ കാണാം. എന്തായാലും സംഭവം കൊള്ളാം. ഇതന്നെ പഴംതുണി. ഇതേ അങ്ങോട്ടോ ഇടത്തോട്ടോ. ഗൈസ് ഇവിടെ കുറേ പേര് മലയാളികളുണ്ട്. കുറേ കിലം പെമ്പിളറുണ്ട് ഗൈസ്. നമുക്ക് പെമ്പിൾ നടക്കുവാണെങ്കിൽ വായി നോക്കി മരിക്കാം. Who is this? Okay. This is right. സത്യത്തിൽ ഈ സ്ട്രീറ്റ് വായി നോക്കാനും ചുമ്മാ ഇങ്ങനെ തേരാപ്പ നടക്കാനുള്ളൂ അല്ലേ? എല്ലാത്തിനും റേറ്റ് ഫിക്സ്ഡ് ആണ്. ഗൈസ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലുള്ളൊരു മാളിൽ ചെന്ന് റോയൽ ചലഞ്ചേഴ്സിൻ്റെ ടീമിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ബാംഗ്ലൂർ നൈറ്റ് വാക്കിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ഒരെണ്ണത്തിന് ബോധമില്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ പോയി നടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മേത്തോടി വണ്ടി കയറിപ്പോയി. അങ്ങനെ നമ്മൾ നൈറ്റ് നടന്ന് ബാംഗ്ലൂരിലെ മാരിയറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കുവാണ്. നമ്മളിവിടെ ഒരു മാളിൽ പോകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. സത്യത്തിൽ കുറേ നേരമായിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ക്ഷീണിച്ച് ഇന്ന് 12 കിലോമീറ്ററോളം നമ്മൾ നടന്ന് ബാംഗ്ലൂർ കണ്ട്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് UB സിറ്റി മാളിലോട്ടാണ്. ഇവിടെ 11 മണി വരെ ഇതിനകത്തുണ്ട്. നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം.
നല്ല കിടിലം മാള്, ലുലുമാളിനേക്കാളൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട്, പക്ഷേ ചെറുതാണെന്ന് തോന്നുന്നു, ഞങ്ങൾ മുഴുവൻ കയറി കണ്ടില്ല. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേ 1 അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു കണ്ടു. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു കിടിലം മാളാണ്. എല്ലാം പ്രീമിയം ബ്രാൻഡഡ് സാധനങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഒന്നും വാങ്ങാൻ പറ്റില്ല, ഒരു മിഠായി പോലും വാങ്ങാൻ പറ്റില്ല. എന്തായാലും ഇതൊന്ന് കണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നല്ല കിടിലം വൈബ് സ്ഥലം കാണാൻ. ഈ സ്ഥലം അടിപൊളി ഭംഗിയുണ്ട്. ആൾക്കാരും അത്യാവശ്യം നല്ല പൈസ ടീമുകൾ മാത്രം വരുന്ന ഏരിയ ആണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ വലിയ ലക്ഷറി മാളിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി. ഇതുപോലത്തെ ഒരെണ്ണം 2-3 വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ വാങ്ങിക്കാനുള്ള സാമ്പത്തികത്തിലല്ലാതെ കൊണ്ട് നമ്മൾ പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. കുറച്ച് നേരം കൂടി നടക്കാനായിട്ട് റൂമിൽ പോകണം. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും നല്ല സ്പോട്ടുകൾ ബാംഗ്ലൂരിലെ ബാക്കി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ പോയി കണ്ടതിന് ശേഷം വീട്ടിലോട്ട് പോകണം. നാളെ വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ റിട്ടേൺ ട്രെയിൻ ബുക്ക് ചെയ്ത് 2 ദിവസം ട്രിപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ബാംഗ്ലൂരിൽ നല്ല ഭാഗം കൊണ്ട് നല്ല കെട്ട ഭാഗം കൊണ്ട്, വൃത്തിയില്ലാത്ത സ്ഥലവും കണ്ട് വൃത്തിയുള്ള സ്ഥലവും കണ്ട്. അപ്പം ബാക്കി ഇനി എന്താ ഇനി കാണാൻ ഉള്ളതെന്ന് നോക്കാം.